മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് 62,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്കാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട പ്രധാന വിവരങ്ങൾ നമുക്ക് നോക്കാം. 2025 ഒക്ടോബർ 4 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ വെച്ച് 62,000 കോടിയിലധികം രൂപയുടെ നിരവധി യുവജന പദ്ധതികൾക്കാണ് തുടക്കമിട്ടത്. വിദ്യാഭ്യാസം, തൊഴിൽ, പരിശീലനം, സംരംഭകത്വം എന്നിവയാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ഏറ്റവും വലിയ പദ്ധതി എന്ന് പറയുന്നത് PM സേതുവാണ്. 60,000 കോടി രൂപയാണ് അതിൻ്റെ ചെലവ് വരുന്നത്. പ്രധാന ലക്ഷ്യമെന്നത് രാജ്യത്തെ 1000 സർക്കാർ ITI അത്യാധുനിക നിലവാരത്തിലേക്ക് ഉയർത്തുക എന്നതാണ്. അതായത് അതിങ്ങനെയാണ് വരുന്നത്. ഹബ് ആൻഡ് സ്പോക്ക് രീതിയിലാണ് പദ്ധതി നടപ്പിലാക്കുക. 200 പ്രധാന കേന്ദ്രങ്ങളും 800 ഉപകേന്ദ്രങ്ങളും ഇതിലുണ്ടാകും. ഇതിൻ്റെ പ്രവർത്തന രീതി, ഈ സ്ഥാപനങ്ങളുടെ നടത്തിപ്പ് വൻകിട കമ്പനികൾ നേരിട്ട് ഏറ്റെടുക്കും. ലോകബാങ്കും ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കും ഈ പദ്ധതിക്ക് സാമ്പത്തികമായ സഹായം നൽകും. രണ്ടാമതൊരു കാര്യം അതിൽ വരുന്നത് പഠനം മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങളാണ്. 1200 പുതിയ ലാബുകൾ, വൊക്കേഷണൽ സ്കിൽ ലാബുകൾ പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തിനായി തുറന്നുകൊടുത്തു. സ്ഥാപനങ്ങൾ, അതായത് ഈ ലാബുകൾ 400 നവോദയ സ്കൂളുകളിലും 200 ഏകലവ്യ സ്കൂളുകളിലുമായാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പരിശീലന മേഖലകൾ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ, IT, ഓട്ടോമേറ്റീവ്, കൃഷി, ഇലക്ട്രോണിക്സ്, ടൂറിസം എന്നിവയുൾപ്പെടെ 12 പ്രധാന മേഖലകളിൽ പരിശീലനം നൽകും. ഒപ്പം അധ്യാപക പരിശീലനവും. പുതിയ തൊഴിൽ മേഖലയ്ക്ക് അനുസരിച്ചുള്ള 1200 അധ്യാപകർക്ക് പ്രത്യേക പരിശീലനം നൽകാനും ഈ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മൂന്നാമതൊരു കാര്യം ബീഹാറിനായുള്ള പ്രത്യേക പ്രഖ്യാപനങ്ങളും ആനുകൂല്യങ്ങളുമാണ്. അതായത് പ്രധാനമന്ത്രി ബീഹാറിലെ യുവാക്കൾക്കായി നിരവധി പ്രത്യേക പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. ബിരുദധാരികൾക്ക് ധനസഹായം. അതായത് പരിഷ്കരിച്ച ഒരു പദ്ധതി പ്രകാരം ഏകദേശം 5 ലക്ഷം ബിരുദധാരികളായ യുവാക്കൾക്ക് 2 വർഷത്തേക്ക് മാസം തോറും 1000 രൂപ വീതം സഹായം ലഭിക്കും. ഇവർക്ക് സൗജന്യ പരിശീലനവും ലഭ്യമാക്കും. അടുത്തത് പലിശയില്ലാത്ത ലോൺ. അതായത് ബീഹാർ സ്റ്റുഡൻറ് ക്രെഡിറ്റ് കാർഡ് സ്കീം വഴി ഉന്നത വിദ്യാഭ്യാസത്തിനായി 4 ലക്ഷം വരെ പലിശയില്ലാത്ത ലോൺ ലഭിക്കും. ഒപ്പം പുതിയ സ്ഥാപനങ്ങൾ വരുന്നുണ്ട്. അതായത് ജൻനായക് കർപ്പൂരി താക്കൂർ സ്കിൽ യൂണിവേഴ്സിറ്റി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. അതോടൊപ്പം തന്നെ പട്ന യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ 4 സർവകലാശാലകളിൽ 160 കോടി ചെലവിൽ പുതിയ കെട്ടിടങ്ങൾക്ക് തറക്കല്ലിട്ടു. ഒപ്പം ബീഹാർ സർക്കാരിൽ പുതിയതായി ജോലി ലഭിച്ച 4000-ലധികം പേർക്ക് പ്രധാനമന്ത്രി നിയമന ഉത്തരവുകൾ നേരിട്ട് കൈമാറി. സ്കോളർഷിപ്പ് വരുന്നുണ്ട്. അതായത് 9-10 ക്ലാസ്സുകളിലെ 25 ലക്ഷം വിദ്യാർത്ഥികൾക്ക് 450 കോടി രൂപയുടെ സ്കോളർഷിപ്പാണ്, അതായത് ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകും. ഈ പദ്ധതികൾ ഇന്ത്യയിലെ യുവജനങ്ങൾക്ക് വലിയ അവസരങ്ങളും പുതിയ തൊഴിൽ സാധ്യതകളും നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.